Angle subtended by an arc of a circle. Angle subtended by an arc of a circle. Angle subtended by an arc of a circle. അതിൽ തിയറം 10.8 ഒന്ന് വായിച്ചേ. The angle subtended by an arc at the center is double the angle subtended by it at any point of the remaining part of the circle. അതായത് ഇതൊരു ആർക്ക് ആണെന്ന് നോക്കിയാ എ ബി. ഈ എ ബി എന്ന് പറയുന്ന ഈ ആർക്ക് സെന്ററിൽ ഇവിടെ ഒരു ആർക്ക് സബ്റ്റെൻഡ് ചെയ്യുമല്ലോ അല്ലേ? സെന്ററിൽ ഇവിടെ ഒരു ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുമല്ലോ. യെസ്. അതുപോലെ അപ്പൊ ഈ ആർക്ക് എ ബി എന്ന് പറയുന്ന ഈ ആർക്ക് സെന്ററിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് ഇത്. അതുപോലെ ഈ എ ബി എന്ന് പറയുന്ന ആർക്ക് നിന്ന് എനിക്ക് ഇപ്പൊ കേക്കാവോ? സെന്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, ഇവിടെ സെന്ററിൽ ഫോം ചെയ്ത ആംഗിൾ ഏതാണ്? എ ബി എന്ന് പറയുന്ന ആർക്ക് സെന്ററിൽ ഫോം ചെയ്ത ആംഗിൾ ഏതാണ്? എ ഒ ബി. അതുപോലെ എ ബി എന്ന് പറയുന്ന ആർക്ക് സെഗ്മെന്റിൽ പുറത്ത് ഫോം ചെയ്ത ആംഗിൾ ഏത് ആംഗിളാ? എ സി ബി. ഈ നടുക്ക് സെന്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ പുറത്ത് ഫോം ചെയ്ത ആംഗിളിന്റെ എന്തായിരിക്കും? ഫോം ചെയ്ത ആംഗിളിന്റെ 2 ടൈംസ്, അതായത് ഡബിൾ ആയിരിക്കും. പുറത്ത് ഫോം ചെയ്ത ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. അതായത് ഇപ്പൊ ഇവിടത്തെ ആംഗിൾ 30 ഡിഗ്രി ആണ് എങ്കിൽ ഇവിടത്തെ ആംഗിൾ, നടുക്കത്തെ ആംഗിൾ എത്ര ആയിരിക്കും? അതിന്റെ ഡബിൾ അല്ലേ? എത്രയാ? 60. ഇനി തിരിച്ച് ഇവിടത്തെ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടത്തെ ആംഗിൾ എത്ര ആയിരിക്കും? 90. 45 ഡബിൾ 90. ഇനി വേണം തിരിച്ചു തരാമല്ലോ. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് 100, ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 150. പകുതി അല്ലെ? ഇവിടെ തിരിച്ചു പറയുമ്പോൾ എന്താണ്? നേർ പകുതി അല്ലെ? സെന്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? സെഗ്മെന്റിൽ ഫോം ചെയ്യുന്ന ആംഗിളിന്റെ ഡബിള്. തിരിച്ചാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും? സെഗ്മെന്റിൽ ഫോം ചെയ്യുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും എന്താണ്? സെഗ്മെന്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾ. ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ. തിയറം 10.8 അതാണ് പറയുന്നത്. അതിന്റെ പ്രൂഫും കാര്യങ്ങളൊന്നും നമുക്കിപ്പോ വേണ്ട. തിയറം 10.9 ഒന്ന് നോക്ക്. തിയറം 10.9 വായിക്ക്. Angles in the same segment of a circle are equal. Angles in the same segment of a circle are equal അല്ലെ? ഒരേ സെഗ്മെന്റിൽ ഇരിക്കുന്ന ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അതായത് ഇപ്പൊ നോക്കിയത് ഇവിടെ ഒരു കോഡ്, സോറി, ഇവിടെ നിന്ന് രണ്ട് എന്താണ് ആർക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഒരു ആർക്ക്. അപ്പൊ എ ബി എന്ന് പറയുന്ന ആർക്ക് കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് ഒരു ആംഗിൾ വരയ്ക്കാമല്ലോ. അതുപോലെ എ ബി എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് ഇങ്ങോട്ട് ആംഗിൾ വരയ്ക്കാമല്ലോ. യെസ്. അതുപോലെ എ ബി എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് മാറ്റി ഇങ്ങോട്ട് വരച്ചൂടെ? യെസ്. അതുപോലെ ആർക്കിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാമല്ലോ അല്ലേ? അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ആംഗിൾസ് അല്ലേ? ഇപ്പൊ ഇവിടെ ഞാൻ ഓരോന്നിനും പേര് കൊടുക്കുക. ഇവിടെ സി, ഇവിടെ ഡി, ഇവിടെ ഇ, ഇവിടെ എഫ്. ഇപ്പൊ ഇവിടെ എത്ര ആംഗിളാ ഉള്ളത്? ആംഗിൾ എ സി ബി, ആംഗിൾ എ ഡി ബി, ആംഗിൾ എ ഇ ബി, ആംഗിൾ എ ഇ എസ്. അപ്പൊ ഏതൊക്കെയാണ് ആംഗിൾ? ആംഗിൾ എ സി ബി, ആംഗിൾ എ ഡി ബി, ആംഗിൾ എ ഇ ബി, ആംഗിൾ എ എഫ് ബി. അപ്പൊ ഇത്ര ആംഗിൾസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് അല്ലെ? ഇതെല്ലാം എന്താണ്? സെൻട്രലിലാണോ ഫോം ചെയ്യുന്നത്, അത് ഓപ്പോസിറ്റ് സെഗ്മെന്റിലാണോ ഫോം ചെയ്യുന്നത്? ഓപ്പോസിറ്റ് സെഗ്മെന്റ്. അപ്പൊ ഈ സെഗ്മെന്റിൽ ഫോം ചെയ്യുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആണ്. മനസ്സിലായോ? അപ്പൊ ഇവിടത്തെ ആംഗിള്, ഇവിടുത്തെ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് വയ്ക്കുക.
ഇവിടുത്തെ ഈ ആംഗിൾ എത്ര ഡിഗ്രി? 30 degree. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര? 30 degree. ഓക്കെ, അതാണ് ഏത് തിയറം പറയുന്നത്? തിയറം 10.9. 10.9 പറയുന്നത്. ക്ലിയർ ആയോ? Clear as well. ഓക്കെ, പെട്ടെന്ന് ഒന്ന് എഴുതിയെടുത്തേ. പെട്ടെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി സർ. അടുത്ത തിയറം 10.10 എന്ന് നോക്കിയേ. തിയറം നമ്പർ 10.10. തിയറം 10.10 എടുത്തോ? സർ എന്താണെന്ന് വായിച്ചേ. വായിക്കേ, അതിനല്ലേ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. Line segment joining 2 points subtends equal angles at 2 other points lying on the same side of the line containing the line segment. The 4 points lie on a circle. Okay, ഒന്നുകൂടെ വായിക്കേ. എന്താണ് ഈ തിയറം? ലൈൻ സെഗ്മെന്റ്? സർ ഈ തിയറം പഠിക്കാൻ പറഞ്ഞില്ല സർ. പഠിക്കണ്ടെന്ന് പറഞ്ഞോ? ശരി. അങ്ങനെയാണെങ്കിൽ ഈ തിയറം ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം ഇപ്പൊ നോക്കി വെച്ചേക്ക്. ഇത് കഴിഞ്ഞ് വേറൊരു കാര്യം പറഞ്ഞുതരാം. എന്താണ്? നെക്സ്റ്റ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അടുത്ത എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിനെ കുറിച്ചാണ്. ഇപ്പൊ ഇതാ നമുക്ക് സാധാരണ ഇപ്പോ ഇതൊരു സർക്കിൾ ആണ്. ഞാൻ ഇതാ ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു സർക്കിൾ ആണ്. ഈ സർക്കിളില് ഞാൻ എന്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. എന്ത് വരയ്ക്കാണ്? ഇപ്പൊ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററലിലെ ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടിസസും A, B, C, D. ഈ ABCD ക്വാഡ്രിലാറ്ററലിന്റെ അകത്താണോ പുറത്താണോ? ഇല്ല, എയും ബിയും എവിടെയാണ്? അകത്ത്. അല്ല, ഓൺ ദ സർക്കിൾ. അല്ല, ഇൻസൈഡ് അല്ല, ഓൺ ദ സർക്കിൾ. അടുത്ത സിയും ഡിയോ? അപ്പൊ ഇതിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടിസസും എയും ബിയും സിയും ഡിയും അത് ഓൺ ദ സർക്കിൾ ആണോ? അല്ല. ഇനി ഞാൻ അടുത്തത് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെയോ? A, B, C, D. ഇവിടെ 4 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ആണോ? അത് 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ, 2 പോയിന്റ്സ് ഇൻസൈഡ് ദ സർക്കിൾ അല്ലേ? എയും ഡിയും ഓൺ ദ സർക്കിൾ, ബിയും സിയോ ഇൻസൈഡ് ആണ്. അപ്പോ ഇവിടെയും എന്താണ്? 4 വെർട്ടിസസ് എവിടെ അല്ല? സർക്കിളിലല്ല. ഇനി ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ ഈ ക്വാഡ്രിലാറ്ററലിലെ എല്ലാ വെർട്ടിസസും എവിടെ തന്നെയാണ്? On the circle. All 4 vertices are on the circle. All 4 vertices are on the circle. സർക്കിളിൽ തന്നെ. അങ്ങനെ 4 വെർട്ടിസസ് സർക്കിളിൽ തന്നെയാണെങ്കിൽ അതിനെ എന്ത് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കാം? അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? സൈക്ലിക്. മനസ്സിലായോ? So quadrilaterals which have all the 4 vertices on the circle. സർക്കിളിൽ തന്നെ, സർക്കിളിന്റെ ബൗണ്ടറി. ഇതെന്ന് പറയുന്ന സർക്കിളിന്റെ ബൗണ്ടറി അല്ലേ? ഈ കാണുന്ന ഈ എയും ബിയും സിയും ഡി ഇരിക്കുന്നത് സർക്കിളിന്റെ ബൗണ്ടറിയിലല്ലേ? ബൗണ്ടറി അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറെ പേരെന്താണ്? സർക്കിളിന്റെ സർക്കംഫറൻസ്. സർക്കിളിന്റെ സർക്കംഫറൻസിലാണ് ഈ 4 വെർട്ടിസസും ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് എന്ത് വിളിക്കാം? Cyclic quadrilateral. You can call it by the name cyclic quadrilateral. എന്ത് പേരിൽ വിളിക്കാം? Cyclic quadrilateral. ഓക്കെ, ശരി. അടുത്തത് അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണെന്നുള്ളത് മനസ്സിലായി. എഴുതിയെടുക്കണോ അതോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ടോ? ശരി. അടുത്തത് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലോ.
സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ എന്താണ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എത്ര ഡിഗ്രിയാണ്? 180 degree. അതായത് ഇപ്പൊ ആംഗിൾ എയും ആംഗിൾ സിയും ആണ് ഞാൻ എടുക്കുന്നെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി? 180 degree. 180 ഡിഗ്രി. അപ്പൊ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രിയാ? 80 degree. 80 ഡിഗ്രി. അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എത്രയാണ്? 180 ഡിഗ്രി. അപ്പോ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സാധാരണ ക്വാഡ്രിലാറ്ററൽ ഇങ്ങനെയാണോ? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആണോ? അല്ല. അപ്പൊ ഏത് ക്വാഡ്രിലാറ്ററലിൽ മാത്രമാണ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആവുന്നത്? only when it is what a cyclic quadrilateral. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അതുപോലെ exterior angle. Exterior angle is equal to what? Interior opposite angle. Exterior angle എന്തിന് ഈക്വൽ ആണ്? Interior opposite angle. അതായത് exterior angle എന്ന് പറയുമ്പോൾ ഇത് ക്വാഡ്രിലാറ്ററൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇവിടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താലേ ഈ കിട്ടിയ ഇവിടത്തെ കിട്ടിയ ആംഗിൾ എന്താണ്? ഇത് ഈ കിട്ടുന്ന ആംഗിൾ എന്താണ്? ഈ കിട്ടിയ ആംഗിൾ എന്താണ്? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ആംഗിൾ? BC. അത് തന്നെയാണ്. അത് സർക്കിൾ പുറത്തല്ലേ, അല്ലെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിന്റെ പുറത്തുള്ള ആംഗിൾ അല്ലേ? അപ്പൊ അതെന്ത് ആംഗിളാ? Cyclic. ക്വാഡ്രിലാറ്ററിന്റെ പുറത്തുള്ള ആംഗിൾ ആണ്. Exterior angle. അപ്പൊ ഈ എക്സ്റ്റീരിയർ ആംഗിൾ ബി സി ഇ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? Angle ഇന്റീരിയർ ആംഗിൾ. ഇന്റീരിയർ ആംഗിൾ ബി എ ഡിക്ക് ഈക്വൽ അല്ലേ? യെസ്. അപ്പൊ ഇത് എത്ര? 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടത്തെ ഈ ആംഗിൾ എത്ര ഡിഗ്രി തന്നെയാണ്? 50 degree. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ എക്സ്റ്റീരിയർ ആംഗിൾ എന്തിന് ഈക്വൽ ആണ്? Interior opposite angle. ഇത് രണ്ടും എഴുതിയെടുക്ക പെട്ടെന്ന്. ഓക്കെ. ഇനി നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. മിക്കവാറും നമുക്ക് ഇനി എക്സസൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇതിനൊരു ഈ തിയറത്തിന്റെ ഒരു കോൺവേഴ്സും കൂടെ ഉണ്ട്. അതായത് തിരിച്ചു പറയാം. ഞാൻ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയാണെന്ന് പറഞ്ഞു. പക്ഷേ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയാ? 180 ഡിഗ്രി. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇപ്പൊ നമുക്ക് ഇത് ഈ ക്വാഡ്രിലാറ്ററൽ ABCD എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് മാത്രം ചെയ്താൽ മതി? ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ ആംഗിൾ A പ്ലസ് സി എത്രയാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. 180 degree. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിനെ എന്ത് പേരിൽ വിളിക്കാം? Cyclic quadrilateral. We can call it by the name cyclic quadrilateral. മനസ്സിലായോ? If the sum of opposite angles of a quadrilateral is 180 degree, then that quadrilateral can be called as what? Cyclic quadrilateral. Is cyclic quadrilateral. അത് എഴുതിയെടുത്തോളണം. എന്താണ്? If sum of opposite angles are equal, then the angles of a quadrilateral are quadrilateral is how much? 180 degree. Then it is what quadrilateral? Cyclic quadrilateral. Then it is what? A cyclic quadrilateral. Clear ആയോ? പെട്ടെന്ന് എഴുതിയത് നമുക്ക് എക്സസൈസിലോട്ട് പോകാം. 10.5 എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? മൊത്തം 8 ചോദ്യങ്ങളുണ്ടല്ലേ? സോറി 8 അല്ല 12 ചോദ്യങ്ങളുണ്ട്. അടുത്ത എക്സസൈസ് 10.5 എടുത്തേ പെട്ടെന്ന്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും.
In figure 10.36, A, B, and C are the 3 points on a circle with center O such that angle BOC is equal to 30 degree and angle AOB is equal to 90 degree. If D is a point on the circle other than the arc ABC, find angle ADC. Okay. ഇതല്ലേ ഫിഗർ Ah, എ ഒ സി ബി ഇത് 60 അതുപോലെ ഇത് 30 അല്ലേ? ah, ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കണം? angle ADC. നമുക്ക് ഏത് കണ്ടുപിടിച്ചാൽ മതി? ADC. ആംഗിൾ എ ഡി സി. എ ഡി സി എന്ന് പറയുന്ന ഏതിന്റെ പകുതി ആയിരിക്കും? നോക്കിക്കേ, എ ഡി സി എന്ന് പറയുന്ന ഈ എ സി എന്ന് പറയുന്ന ആർക്കിൽ നിന്നുണ്ടാവുന്നതല്ലേ ഈ എ ഡി സി എന്ന് പറയുന്നത്, ഈ ആംഗിൾ. അപ്പൊ അത് ഏതിന്റെ പകുതി ആയിരിക്കും? ഈ ആംഗിൾ എ ഒ സിയുടെ പകുതി അല്ലേ? കാരണം നടുക്കത്തെ ആംഗിൾ എ ഒ സി അല്ലേ? യെസ്. അപ്പൊ ആദ്യം നമ്മൾ ആംഗിൾ എ ഒ സി കണ്ടുപിടിക്കണം. ആംഗിൾ എ ഒ സി എന്ന് പറയുമ്പോൾ രണ്ട് ആംഗിളിന്റെ സമ്മ ഏതൊക്കെയാ? ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ ബി ഒ സി. എത്രയാ? 60 പ്ലസ് 30 ഹൗ മച്ച്? 90. അപ്പൊ ആംഗിൾ എ ഒ സി ഇസ് 90 ഡിഗ്രി. therefore ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 90യുടെ ഹാഫ്. 45. So half of angle EOC, that is half of 90. Half of 90 എന്ന് പറയുമ്പോൾ എത്രയാ? 45 ഡിഗ്രി. അതിന് റീസൺ എഴുതണം. ഈ ഹാഫ് ഓഫ് എ സി എന്ന് പറയുമ്പോൾ റീസൺ എഴുതണം. എന്താണ് റീസൺ? ആംഗിൾ subtended by an arc in a segment is half the angle subtended at the center. Angle subtended by an arc in a segment is half the angle subtended at the center. Okay, ഒരു ആർക്ക് ഒരു സെഗ്മെന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് അത് സർക്കിളിന്റെ സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിന് എന്തായിരിക്കും? നേർ പകുതി ആയിരിക്കും, ഹാഫ് ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കഴിഞ്ഞല്ലോ. Okay, what is the next question? A chord of a circle is equal to the radius of the circle. Find the angle subtended by the chord at a point on the minor arc and also at a point on the major arc. Okay, അപ്പൊ കോഡിന്റെ നീളം എന്തിന് ഈക്വൽ ആണ്? കോഡിന്റെ നീളം എന്തിന് ഈക്വൽ ആണ്? അമർജിത്ത് കേൾക്കാവോ? കോഡിന്റെ നീളം എന്തിന് ഈക്വൽ ആണ്? കോഡിന്റെ നീളം എന്തിന് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കല്ല, വായിക്ക്. റേഡിയസ്. അപ്പൊ കോഡ് ഇവിടെ എ ബി ആണ്. എ ബി ആണ് ഇവിടുത്തെ കോഡ് അല്ലെ? അപ്പൊ എ ബി എന്ന് പറയുന്ന കോഡ് ഏതിന് ഈക്വൽ ആണ്? ഇവിടുത്തെ റേഡിയസ് ഏതാ? അവിടുത്തെ റേഡിയസ് എന്താണ് ആ സർക്കിളിന്റെ? OPR. OCR. OPR. OPR. ഇവിടെ OP. PR. എന്തോന്ന്? PR. BOR ഓ? സോറി സർ, ക്വസ്റ്റ്യനിലെ ഫിഗർ കണ്ടത് അത് നോക്കി. ഞാനിവിടെ കാണാനാണ് ഇവിടെ ഫിഗർ വരച്ച് വെച്ചിരിക്കുന്നത് അമർജിത്തിനെ. ഇവിടെ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈനല്ലേ റേഡിയസ് എന്ന് പറയുന്നേ. ഇവിടുത്തെ റേഡിയസ് എന്താ ഈ സർക്കിളിലെ? അമർജിത്തിന് റേഡിയസ് ഏതാണെന്ന് അറിയാവോ? ഇതിന്റെ ഈ സർക്കിളിലെ ഫിഗർ ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുകയല്ലേ, അത് കണ്ടില്ലേ? ആ സർക്കിളിലെ റേഡിയസ് ഏതാണ്?
OA മാത്രമേ ഉള്ളൂ റേഡിയസ്. OB. സോ AB എന്ന് പറയുന്നത് എന്തിനൊക്കെ ഈക്വൽ ആണ് ഇവിടെ? OAയും OB. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ അല്ലേ? AOB എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണല്ലോ. ആ AOB എന്ന് പറയുന്ന ട്രയാങ്കിളിലെ 3 സൈഡ്സും എന്താണെന്ന് കിട്ടി? Equal. 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ എന്ത് ട്രയാങ്കിൾ ആണത്? Equilateral. ഇറ്റ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആംഗിൾ എത്രയാണ്? എല്ലാം 60. അപ്പൊ ഈ ആംഗിൾ എല്ലാം 60 ഡിഗ്രി ആണല്ലോ. ഇവിടുത്തെ ഇത് 60, ഇത് 60, ഇത് 60 ആണല്ലോ. സോ therefore ഇവിടുത്തെ സെൻട്രൽ ഫോം ചെയ്ത് ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് എഴുതാം? ആംഗിൾ AOB. ആംഗിൾ AOB നമുക്ക് എഴുതാം. എത്ര ഡിഗ്രിയാണ്? 60 degree. അപ്പൊ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആയി. ഫൈൻഡ് ദ ആംഗിൾ സബ്റ്റൻഡ് ബൈ ദ കോഡ് ഓൺ ദ മൈനർ ആർക്ക്. മൈനർ ആർക്ക് ഏതാണ്? ഇതല്ലേ മൈനർ ആർക്ക്? ഓക്കെ. അപ്പോ സോറി മൈനർ മൈനർ ആർക്കല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിൽക്കും. അപ്പൊ മൈനർ ആർക്ക് എന്ന് പറയുമ്പോ ഇതാ മൈനർ ആർക്ക് അല്ലെ? അപ്പൊ ഈ ഇവിടെ ഞാൻ ഒരു പോയിന്റ് എടുത്തു. എവിടെ? ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ ആർക്കിൽ ഇവിടെ ഒരു ഞാൻ പോയിന്റ് എടുത്തു. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിന്റെ പേര് AP എന്ന് കൊടുക്കുക. ഐ എം ഗിവിംഗ് ഇറ്റ് ആസ് വാട്ട്? AP. ഇനി ഇതാ ഇവിടെ നിന്ന് ഈ Pയിലോട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, ഈ ഇതിലോട്ട് ജോയിൻ ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് ആംഗിൾ. ഏതാണ് ആംഗിൾ? AP. ഈ ആംഗിൾ APB എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ആംഗിൾ APB. ഓക്കെ, അപ്പൊ APB എങ്ങനെ കണ്ടുപിടിക്കും? ഈ 60യുടെ പകുതി എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അത് ഏത് ആർക്കിലാണ്? അത് ഏത് ആർക്കാണ്? ഇത് താഴോട്ടുള്ളത് ഇത് ഇത്ര മൈനർ ആർക്കാണെങ്കിൽ ഇത് എന്താണ്? അപ്പൊ ഇവിടെ ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് വരയ്ക്കുന്ന ഇവിടെ വരയ്ക്കുന്ന ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതിന്റെ പാതിയാ? ഏതിന്റെ പാതി? ഇപ്പൊ ഞാൻ ഇവിടെ Q എന്ന് കൊടുക്കുക. ഈ AQB എന്ന് പറയുന്ന ഏതിന്റെ പാതിയായിരിക്കും? ആംഗിൾ AQB എന്ന് പറയുന്ന ഏതിന്റെ പാതിയാ? സബ്ജക്റ്റിന്റെ ആംഗിൾ എത്രയാ? 60 degree. AQB എന്ന് പറയുന്നത് ഏതിന്റെ പാതിയാണ്? ഹാഫ് ഓഫ് AOB അല്ലെ? AQB എന്ന് പറയുന്നത് ഹാഫ് ഓഫ് AOB. ആൻഡ് വാട്ട് ഈസ് ഹാഫ് ഓഫ് AOB? ഹാഫ് ഓഫ് 60 എത്ര ഡിഗ്രിയാ? 30 degree. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 30 degree. ഇനി നോക്ക്, ഞാൻ ഈ നടുക്കുള്ള ലൈൻ ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി മായ്ക്കാണ്. ഇത് ഇത്രയും മാച്ചു. ഇപ്പൊ ഇത് എന്താണ്? ഈ APBQ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഇറ്റ് എ ക്വാഡ്രിലാറ്ററൽ? എന്ത് ക്വാഡ്രിലാറ്ററൽ? ഈ അമർജീത്തിന് വായിക്കുന്നതും പറയുന്നതൊന്നും മനസ്സിൽ നിൽക്കത്തില്ലല്ലേ? എന്ത് ക്വാഡ്രിലാറ്ററൽ അമർജീത്തെ? സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ opposite angles are equal. കൊള്ളാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. Opposite angles sum 180 degree. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയാ? 180 degree. അപ്പോ ഇത് ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആംഗിൾ APB. യെസ്. അപ്പൊ ആംഗിൾ APB എന്ന് പറയുന്നത് എന്തായിരിക്കും? Can you write angle APB as 180 degree minus 30 degree? എത്ര അത്? 150 degree. 150 degree. അപ്പൊ ഇവിടുത്തെ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് ആംഗിൾ APB? Angle 150 degree. അത് ചെറിയ ആർക്കല്ലേ, മൈനർ ആർക്കല്ലേ? അപ്പൊ ആംഗിൾ ഓൺ മൈനർ ആർക്ക് 150 ഡിഗ്രി ആൻഡ് ആംഗിൾ ഓൺ മേജർ ആർക്ക് എത്രയാ? 30. ക്ലിയർ ആയോ? പെട്ടെന്ന് എഴുതിയെടുക്കും, പെട്ടെന്ന്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. Sir, sir. Third question. In figure 10.37, angle PQR is equal to 100 degree.
When P, Q, and R are points on a circle with center of, find angle OPR. Okay, ഇതാണ് നമ്മുടെ O, ഇത് P. ഇവിടുത്തെ ആംഗിൾ പി ക്യു ആർ എത്ര ഡിഗ്രി? അതായത് Angle PQR 100 degree. 100 ഡിഗ്രി അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ അല്ലേ, ആംഗിൾ ഒ പി ആർ. This is what we have to find out. Okay. അപ്പൊ നോക്ക്, ഈ 100 ഡിഗ്രി എന്ന് പറയുന്ന ഏത് ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്നതാണ്? ഈ ആർക്ക് അല്ലേ? യെസ്, ആ ആർക്ക് സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ ആണ് 100 ഡിഗ്രി. ഈ ആർക്ക് 100 ഡിഗ്രി ആണ്. ഇവിടെ ഈ ആർക്ക് ഇവിടെ സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ അത് സെൻട്രൽ സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ ഇതല്ലേ? ഓക്കെ, അപ്പോ ആ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സെൻട്രൽ സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ സബ്റ്റൻഡ് ചെയ്ത ആംഗിളിന്റെ സെൻട്രൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, സെഗ്മെന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിന്റെ എന്താണ്? 2 മടങ്ങ് കൂടുതൽ. 200. എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? 2 മടങ്ങോ? 2 times bigger. 2 times അല്ലെങ്കിൽ ഡബിൾ എന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ ഇവിടുത്തെ ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ പി ഒ ആർ. അപ്പൊ ആംഗിൾ പി ഒ ആർ എന്ന് പറയുന്നത് എന്താണ്? ഏതിന്റെ ഡബിളാ? ഡബിൾ ഓഫ് ആംഗിൾ പി ക്യു. സോ 2 into പി ക്യു ആർ or 2 into 100 എത്രയാണ് കിട്ടുന്നത്? 200. അപ്പൊ ഇവിടുത്തെ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് കിട്ടി? 200. പക്ഷെ നമുക്കത് അകത്തിരിക്കുന്ന ഈ ആംഗിൾ ആണ് വേണ്ടത്, ഇത് ഇത്രേ. അപ്പൊ ഈ അകത്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ അതിന്റെ റിഫ്ലക്സ് ആണ്. അപ്പൊ റിഫ്ലക്സ് ആംഗിൾ പി ഒ ആർ എന്ന് പറയുമ്പോൾ എത്ര? വാട്ട് ഇസ് ദ റിഫ്ലക്സ് ആംഗിൾ പി ഒ ആർ? മൊത്തം ആംഗിൾ 360 degree minus 200. അപ്പൊ എത്ര കിട്ടും? 160. അപ്പൊ അകത്തിരിക്കുന്ന ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 160. അപ്പൊ ഈ അകത്തിരിക്കുന്ന ഈ ആംഗിൾ 160 ആണ്. ഇനി ഇതെന്താണ്? ഇത് സെന്റർ, ഈ O എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? സെന്റർ ഓഫ് സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ഒ പിയും ഒ ആറിനെ എന്തെന്ന് വിളിക്കാം? എന്തെന്ന് വിളിക്കാം? സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈനിനെ എന്ത് വിളിക്കും? സർക്കിളിലോട്ട് റേഡിയസ്. അപ്പൊ ഒ പിയും ഒ ആറും ഈക്വൽ അല്ലേ? രണ്ടും റേഡിയസ് അല്ലേ? അപ്പൊ ഒ പിയും ഒ ആറും ഈക്വൽ ആണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഈ ഒ പി ആർ എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിൾ ആണ്? What triangle is it? Equilateral. Isosceles. Sorry. If two sides are equal, it is isosceles. അപ്പൊ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇപ്പുറത്തെ ഈ ആംഗിൾ എത്രയാണ്? X. ഇവിടുത്തെ നടുക്കത്തെ ആംഗിൾ എത്രയാണ്? ആംഗിൾ പി ഒ ആർ 160 degree. സോ ഈ 160യും ഈ 2 എക്സും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? ട്രയാങ്കിളിലെ 3 ആംഗിൾസ് ആഡ് ചെയ്താൽ എത്ര കിട്ടും? 180 degree. So 160 plus x is equal to 180. 160 plus എത്ര x? 2x അല്ലേ? 180. 2x is equal to ഈ 160 അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 180 minus 160 എത്രയാ? 20 ഡിഗ്രി. അപ്പൊ 2x എത്രയാണെന്ന് കിട്ടി? 10. അപ്പൊ x എത്രയാ? ഈ നമ്മുടെ ഈ ആംഗിളിന്റെ പേര് നമുക്ക് കണ്ടുപിടിക്കുന്ന ആംഗിൾ ഒ പി ആർ അല്ലേ? ഒ പി ആർ എന്ന് പറയുന്ന ആംഗിളിന് എന്ത് പേരാ കൊടുത്തിരിക്കുന്നത്? എക്സ് എന്നല്ലേ? therefore ആംഗിൾ ഒ പി ആർ എന്തെന്ന് തന്നെ എഴുതാം? x ഡിഗ്രി എന്ന് തന്നെ എഴുതാം. ക്ലിയർ ആണോ? സോറി, നോട്ട് x ഡിഗ്രി. എത്ര ഡിഗ്രി? 10 degree. ഓക്കെ, പെട്ടെന്ന് എഴുതി സർ. സർ എഴുതി സർ. കഴിഞ്ഞോ? ശരി. അടുത്തത് question number 4. In figure 10.38, angle ABC is equal to 69 degree. Angle ACB is equal to 31 degree. Find angle BDC.
ഓക്കെ, ഇത് ബി സി, ഇത് ബി എ ഡി അല്ലേ, ബി എ ഡി ബി ഡി സി. ഇത് ബി എ സി, ഇത് ബി ഡി അല്ലെ. നമുക്ക് ഏതൊക്കെ ആംഗിൾ തന്നിട്ടുണ്ട്? ആംഗിൾ എ ബി സി, ഈ ആംഗിൾ എത്രയാണ്? ആംഗിൾ എ ബി സി 69 ഡിഗ്രി. അതുപോലെ ആംഗിൾ എ സി ബി അതായത് 31 ഡിഗ്രി. നമുക്ക് ഈ ട്രയാംഗിളിന്റെ ആംഗിൾസ് അല്ലേ ഉള്ളത്? ഏതാ ട്രയാംഗിള്? ആംഗിൾ എ ബി സി ആൻഡ് ആംഗിൾസ്. നമുക്ക് ഏത് ട്രയാംഗിൾ ആംഗിൾസ് ആ ഉള്ളത്? ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ ആംഗിൾസ് അല്ലേ നമുക്ക് രണ്ടെണ്ണം ഉള്ളത്? അപ്പൊ ട്രയാംഗിൾ എ ബി സിയിലെ രണ്ട് ആംഗിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെയാണ്? ആംഗിൾ എ ബി സി സോ മച്ച് 69 ഡിഗ്രി, ആംഗിൾ എ സി ബി സോ മച്ച് 31 ഡിഗ്രി. 31 ഡിഗ്രി. അപ്പോ അതുപോലെ therefore ആംഗിൾ ബി എസ് സി എന്ന് പറയുന്നത് എത്ര? ഈ ആംഗിൾ ബി എസ് സി ഈ 180 മൈനസ് 69 പ്ലസ് 31 അല്ലേ? 180 100 എത്ര ഡിഗ്രി? 180 ഡിഗ്രി. ഈ ആംഗിൾ ഇവിടുത്തെ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് കിട്ടും? 80 ഡിഗ്രി. So this angle here is how much? 80 degree. ഇത് ഏത് ആർക്ക് സബ്റ്റൻഡ് ചെയ്തതാ? ഈ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ അല്ലേ ഇവിടെ 80 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ഇവിടുത്തെ ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ ഇതേ സെഗ്മെന്റിൽ ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 80 ഡിഗ്രി. റീസൺ എന്താണ്? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. therefore ആംഗിൾ ബി ഡി സി എത്ര ഡിഗ്രി തന്നെയാണ്? 80 ഡിഗ്രി തന്നെയാണ്. റീസൺ എഴുതണം. എന്താണ്? Angles on the same segment are equal. Angles in the same segment are equal. Clear ആണോ? Okay, ഇത് പെട്ടെന്ന് എഴുതി സർ. അടുത്ത question number 5. In figure 10.39, A, B, C and D are 4 points on the circle. A, C and BD intersect at a point such that angle BEC is equal to 130 degree and angle ECD is equal to 20 degree. Find angle BAC. A, B, C, D. Okay. 100 ഇവിടെ 130, ഇത് 20 അല്ലേ? ശരി, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ഔട്ട് വാട്ട് ആംഗിൾ BAC. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ബി എ സി എത്രയാണെന്ന്. ഓക്കെ, അത് എളുപ്പമാ. നോക്ക്, ഈ ആർക്ക് ഇവിടെ മുകളിൽ ഒരു ആർക്ക് ഉണ്ടോ? ആ എ ഡി എന്ന് പറയുന്ന ആർക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആംഗിൾ അല്ലേ ഇത് 20 ഡിഗ്രി? അതെ. അപ്പൊ ഇപ്പുറത്ത് എ ഡി എന്ന് പറയുന്ന ആർക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 20 ഡിഗ്രി. സോ therefore ആംഗിൾ എ സി ഡി 20 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ സി ഡി 20 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ ബി ഡിയും എത്ര ഡിഗ്രി തന്നെയാണ്? 20 ഡിഗ്രി. റീസൺ angle subtended on the same segment are equal. സെയിം സെഗ്മെന്റ് അല്ലേ? ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ്. അപ്പൊ ഇത് 20 ഡിഗ്രിയാണ്. ഇനി നോക്ക്, ഈ 130 ഡിഗ്രി എന്ന് പറയുന്നത് ഈ ട്രയാംഗിൾ എ ഇ ബിയുടെ എക്സിയർ ആംഗിൾ അല്ലേ? ആംഗിൾ ബി ഇ സി ഇസ് ഈക്വൽ ടു 130 ഡിഗ്രി. ഈ 130 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രയാംഗിൾ ആണ്. അതായത് ആ ട്രയാംഗിൾ ഏതാണ്? ട്രയാംഗിൾ എ ഇ ബിയുടെ എക്സിയർ ആംഗിൾ അല്ലേ? So 130 degree is the exterior angle of triangle AEB. ഈ എക്സിയർ ആംഗിൾ ട്രയാംഗിൾ എക്സിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ? ഇതാണ് എക്സിയർ ആംഗിൾ എന്നെങ്കിൽ ഇത് എന്തിന് ഈക്വൽ? ഇത് രണ്ട് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസിന് ഈക്വൽ അല്ലേ? അപ്പൊ ഇവിടുത്തെ ആംഗിൾ ബി ഇ സി എന്ന് പറയുന്ന എക്സിയർ ആംഗിൾ എന്തിനൊക്കെ ഈക്വൽ ആണ്? ഏതൊക്കെ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആണ്? ആംഗിൾ എ ബി ഇ പ്ലസ് ആംഗിൾ ബി എ സി അല്ലെ? ഈ ആംഗിൾ ഇത് ഈ 20 ഡിഗ്രിക്കും പിന്നീട് ഇവിടുത്തെ ഈ ആംഗിളിന് ഈക്വൽ അല്ലേ സമ്മ?
യെസ്. അപ്പൊ എന്താ എഴുതാം? ആംഗിൾ ബി എ സി is equal to angle എ ബി plus angle ബി എ സി, that is 130 degree. 130 degree is equal to എത്ര? 20 degree plus angle ബി എ സി അല്ലെ? So therefore angle ബി എ സി എത്രയാണെന്ന് കിട്ടും? 130 minus 20 how much? 110. 100. അപ്പൊ ആംഗിൾ ബി എച്ച് എത്ര ഡിഗ്രി ആണെന്ന് കിട്ടി? 110 degree. ഓക്കെ, പെട്ടെന്ന് എഴുതിയത് Sir, easy sir. മനസ്സിലാക്കി തന്നെ എഴുതുന്നത്. ഓക്കെ, മനസ്സിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ABCD is a cyclic quadrilateral whose diagonals intersect at a point D. If angle DBC is equal to 70 degree, angle BAC is 30 degree, find angle BCD. Further, if AB is equal to BC, find angle ECD. ഓക്കെ, അപ്പൊ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിന്റെ ഡയഗണൽസ് എല്ലാം ഇന്റർസെക്ട് ചെയ്യുന്നതാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പേരെന്താണ്? ABCD. Intersect each other at which point? E. DBC എന്ന് പറയുന്നത് ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? DBC തന്നിട്ടുണ്ട്. DBC 70 degree. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട വേറെ? AB എന്തിന് ഈക്വലാ? AB BC. AB BC ഈക്വലാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ECD. ECD എന്ന് പറയുമ്പോൾ ഏതാ? നമുക്ക് ഫൈനൽ കണ്ടുപിടിക്കേണ്ട ECD അല്ലേ? അപ്പൊ ഈ ആംഗിൾ അല്ലേ ECD? അത് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് മുന്നേ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പോയിന്റ് E എന്നാണ് വന്നിരിക്കുന്നത്. ശരി, ഇവിടെ നോക്ക്, ഇത് 70 ഡിഗ്രി, അതായത് ഏത് ആർക്ക് സബ്റ്റെൻഡ് ചെയ്യുന്നത്? DC എന്ന് പറയുന്ന ഈ ആർക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ അല്ലേ ഇവിടെ 70 ഡിഗ്രി. അപ്പൊ ഇപ്പുറത്ത് ഇത് ആംഗിൾ BAC എത്രയാണ്? 70 degree. അതും 70 ഡിഗ്രി. ആംഗിൾ BAC is also how much? 70 degree. 70 ഡിഗ്രി. കണ്ടുപിടിക്കേണ്ടതാണ് DC ആണല്ലോ. ഒരു കാര്യം ചെയ്യും, ഒന്ന്